ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൽ സി പ്ലാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫ്രണ്ട് ഒരു ലോ ബഡ്ജറ്റിലൊരു ഐഫോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ മേടിച്ചതെന്നും ബഡ്ജറ്റ് കുറയാനുള്ള റീസൺ എന്താണെന്നൊക്കെ ഉള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസ്, ഐഫോൺ 14 Pro. അപ്പോൾ ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം, ബോക്സിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മളുടെ ഡിവൈസ് ഇരിപ്പുണ്ട്. ഡിവൈസിനെ കുറിച്ച് പറയാം. പിന്നെ നോർമൽ വരുന്ന ലൈറ്റ്നിങ് ഡാറ്റ കേബിള്, പിന്നെ വാറണ്ടി പേപ്പേഴ്സും നമ്മളെ സിം എജക്ടർ ടൂള്, പിന്നെ വരുന്നത് ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കർ. നോർമൽ എല്ലാത്തിലും വരുന്ന പോലെ തന്നെ ഇതിലും. ഇതിൻ്റെ ബ്രാൻഡ് ന്യൂ വരുമ്പോൾ ഇതിലൊരു പിക്ചർ ഉണ്ടാവും, ഫോണിൻ്റെ ഒരു പിക്ചർ വരാറുണ്ട്. ഇതിൽ പിക്ചർ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്താണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആപ്പിൾ സർട്ടിഫൈഡ് റീഫർബിഷ്ഡ് നോൺ ആക്റ്റീവ് പീസാണ്. അതുകൊണ്ടാണ് ഇത് ലോ ബഡ്ജറ്റിൽ എടുത്തത്. അപ്പോൾ റീഫർബിഷ്ഡ് ഡിവൈസാണ് എന്ന് വിചാരിച്ചിട്ട് ഇതിന് ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ആപ്പിൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അവർ ഫോളോ ചെയ്യുന്ന കുറേ ക്രൈറ്റീരിയകളുണ്ട് ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ആ ക്രൈറ്റീരിയകളെല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഈ ഡിവൈസും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇതിന് വാറണ്ടി പ്രൊവൈഡ് ഉണ്ട്, ഇൻ്റർനാഷണൽ വാറണ്ടിയാണ്. ഏത് ഓതറൈസ്ഡ് ആപ്പിൾ സർവീസിലും ഇത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും. പ്രൈമറി ക്യാമറ 48 മെഗാപിക്സലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. വീഡിയോഗ്രാഫിക്കായാലും ഫോട്ടോഗ്രാഫിക്കായാലും ആ പെർഫോമൻസ് ഇതിൽ കാണിക്കും. പിന്നെ 16 ബയോണിക് ആണ്. അപ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവും. അപ്പോൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് ബഡ്ജറ്റിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഡിവൈസാണ്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോർമൽ പ്രൈസ് വിട്ട് നല്ലൊരു പ്രൈസ് ഡ്രോപ്പും ഇതിനുണ്ട്. ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ബൈ ആണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം.